പെൻഷൻ ശമ്പള വിതരണം മൂന്നാം ദിനത്തിലും പ്രതിസന്ധിയിൽ. ഉച്ചവരെ സംസ്ഥാനത്തെ ട്രഷറി ആവശ്യപ്പെട്ട 83.89 കോടിയിൽ 52.92 കോടി രൂപ മാത്രമാണ് ലഭിച്ചത്. ചില്ലറയുടെ ദൗർലഭ്യവും പെൻഷൻകാരെ ഏറെ വലച്ചു. കഴിഞ്ഞ 2 ദിവസത്തെ പോലെ രാവിലെ മുതൽ ട്രഷറികൾക്ക് മുന്നിൽ വലിയ ക്യൂവാണ് മൂന്നാം ദിനവും കാണാനായത്. റിസർവ് ബാങ്കിൽ നിന്നും പണം ലഭിക്കാത്തത് കാരണം ട്രഷറികൾ പെൻഷൻ ശമ്പള വിതരണം ആരംഭിച്ചത് തന്നെ 10 മണിക്ക് ശേഷമായിരുന്നു. പെൻഷൻകാരെ ഇത് ഏറെ വലച്ചു. ട്രഷറിയിൽ എത്തിക്കഴിഞ്ഞാൽ എത്ര മണിക്ക് തിരിച്ചു പോകാൻ കഴിയുമെന്നുള്ളത് വരെ അതിനുറപ്പില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. അർഹതപ്പെട്ട പണം ചെലവാക്കാൻ കഴിയാത്ത ഒരു ദുസ്ഥിതി ഇത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നാലും തികച്ചും ജനവഞ്ചനയാണ്. ഉച്ചവരെ സംസ്ഥാനത്തെ ട്രഷറികൾ ആവശ്യപ്പെട്ട 83.89 കോടി രൂപയിൽ 52.92 കോടി മാത്രമാണ് സംസ്ഥാനത്തിന് ലഭിച്ചത്. നഗരപ്രദേശത്തെ ട്രഷറികളെ പ്രതിസന്ധി സാരമായി ബാധിച്ചില്ല. എന്നാൽ ഗ്രാമപ്രദേശത്ത് RBI തുക ലഭ്യമാക്കാത്തത് ട്രഷറികളെയും പെൻഷൻകാരെയും ദുരിതത്തിലാഴ്ത്തി. കരുതൽ ധനം ഉപയോഗിച്ചായിരുന്നു ഇവിടങ്ങളിൽ ട്രഷറികളുടെ പ്രവർത്തനം. ട്രഷറികളിൽ ആവശ്യത്തിന് ചില്ലറയില്ലാത്തതും തിരിച്ചടിയായതായി ട്രഷറി ഉദ്യോഗസ്ഥ പറഞ്ഞു. പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ചില്ലറകൾ കൊടുക്കാൻ കഴിയുന്നില്ല. അവർ ചോദിക്കുന്ന ചില്ലറകളൊന്നും കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. അവർക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അവരെ വെട്ടി തിരുത്തി ഫിഗർ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അത് അറ്റസ്റ്റേഷൻ്റെതായിട്ട് വരുന്നുണ്ട്. ഇത് ചെറിയ പെൻഷൻകാരെയും വലച്ചു. എല്ലാവരും 2000 രൂപ റൗണ്ട് ചെയ്ത് എഴുതണമെന്നാണ്. അപ്പം ഞങ്ങളൊക്കെ എല്ലാവരും ഈ ചില്ലറ ചെറിയ പെൻഷൻകാരാണ്. അപ്പോൾ നമ്മൾ ആ സാധാരണ എല്ലാ മാസം എഴുതുന്നത് പോലുള്ള ആ ചില്ലറയൊക്കെയാണ് എഴുതി വന്നേക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ കൊണ്ടിട്ട് വെട്ടണം തിരുത്തണം എന്നൊക്കെയാണ് പറയുന്നത്. മൂന്നാം ദിനത്തിൽ ആകെ 200 കോടിയാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടത്. കറൻസി ദൗർലഭ്യം നിലനിൽക്കുന്നതിനാൽ ഇതിൽ ഉച്ചവരെയുള്ള തുക പോലും ലഭിക്കാത്തത് കാരണം പ്രതിസന്ധി സംസ്ഥാനത്ത് തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നോട്ട് പ്രതിസന്ധിയിൽ ചെന്നിത്തലയുടെ പരാമർശത്തിന് തോമസ് ഐസക്കിന്റെ മറുപടി. ചെന്നിത്തലയുടെ നിലപാട് BJPയുടേതാണ്. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുമെന്ന് പറഞ്ഞവർ ഇപ്പോൾ ന്യായീകരിക്കുന്നു. കോൺഗ്രസ് സംസ്ഥാനത്ത് BJPയുടെ B ടീം ആകരുതെന്നും തോമസ് ഐസക് പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തോമസ് ഐസക് ദില്ലിയിൽ ആവർത്തിച്ചു. തങ്ങളുടെ തന്നെ ചെയ്തി കൊണ്ട് നിലപാട് കൊണ്ട് അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്നത് ജാള്യത മറക്കാനുള്ള ശ്രമമാണ് ഈ പ്രസ്താവന എന്ന് പറയുന്നത്. ഡിമോണിറ്റൈസേഷൻ എന്താണെന്ന് അദ്ദേഹം പഠിപ്പിക്കാൻ ശ്രമിക്കണ്ട. പറയുന്നത് ചെയ്യേണ്ടതൊന്നും ചെയ്തില്ലെന്നാണ്. ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കോൺഗ്രസ് വന്നൊരു കുറിപ്പ് തന്നല്ലോ. ആ പറഞ്ഞ കുറിപ്പിൽ എന്ത് കാര്യം ചെയ്യാതിരുന്നിട്ടുള്ളത്? നോട്ട് പ്രതിസന്ധിയിൽ സംസ്ഥാന സർക്കാർ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സഹകരണ മേഖലയെ പ്രതിസന്ധിയിലാക്കിയെന്നും ചെന്നിത്തല പറഞ്ഞു. കേരളം മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല. കാരണം നമുക്ക് ഗൾഫിൽ നിന്നുള്ള NRI റെമിറ്റൻസ് അതിപ്പോൾ കുറയുകയാണ്. ഗൾഫിന് ആരും പണം അയക്കുന്നില്ല. ഇപ്പം ഗൾഫിൽ നിന്നുള്ള പണം വരുന്നില്ല. റബ്ബറിൻ്റെ വിലയിടിവ്, പക്ഷേ മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ്, ഇതെല്ലാം കൂടി കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിരിക്കുന്ന ആഘാതം വളരെ വലുതാണ്. അപ്പം ഇത് പഠിച്ചുകൊണ്ട് തൊഴിലാളികൾ, കർഷകർ, സാധാരണക്കാർ, പാവപ്പെട്ടവർ എന്നിവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള, ആശ്വാസം എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ദുരന്ത നിവാരണ പാക്കേജിന് കേരളം മുന്നോട്ട് വരണം. മൂന്നാം ദിവസവും ശമ്പള വിതരണം ചെയ്യാൻ രാജ്യത്തെ ബാങ്കുകളിലെ ട്രഷറികളിലും വേണ്ടത്ര പണം എത്തിക്കാൻ റിസർവ് ബാങ്കിനായില്ല. രാജ്യ തലസ്ഥാനത്തടക്കം മിക്ക ബാങ്കുകളിലും 2 മണിക്കൂറിനകം പണം തീർന്നു. ദേശീയപാതകളിൽ ടോൾ ഈടാക്കുന്നത് പുനരാരംഭിച്ചതോടെ മണിക്കൂറുകളാണ് വാഹനങ്ങളുമായി യാത്രക്കാർക്ക് കാത്തുകിടക്കേണ്ടി വന്നത്. മൂന്നാം ദിനവും രാജ്യത്തെ ട്രഷറികളിലും ബാങ്കുകളിലും ആവശ്യത്തിന് പണമെത്തിക്കാൻ റിസർവ് ബാങ്കിനായില്ല. ഇതോടെ സ്വകാര്യ സർക്കാർ ജീവനക്കാരുടെ ശമ്പള അക്കൗണ്ടുകളിൽ നിന്ന് പണം നൽകാൻ പോലും ആകാതെ ബാങ്കുകൾ വിഷമിച്ചു. 2 മണിക്കൂറിനകം രാജ്യതലസ്ഥാനത്തെ മിക്ക ബാങ്കുകളിലും പണം തീർന്നു. ദേശീയപാതകളിൽ ടോൾ പിരിവ് പുനരാരംഭിച്ചതോടെ മണിക്കൂറുകളാണ് വാഹനങ്ങളുമായി കാത്തു നിൽക്കേണ്ടി വന്നത്. ടോൾ പ്ലാസകളിൽ ചില്ലറയില്ലാത്തത് പ്രതിസന്ധി രൂക്ഷമാക്കി. എന്നാൽ എല്ലാ ടോൾ പ്ലാസകളിലും സ്വീപ്പിംഗ് മെഷീനുകൾ ലഭ്യമാക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. പെട്രോൾ, ജലം, വൈദ്യുതി എന്നിവയ്ക്കായി പഴയ 500 രൂപ നോട്ടുകൾ ഉപയോഗിക്കാവുന്ന കാലാവധി ഇന്നലെ അർദ്ധരാത്രിയോടെ തീർന്നിരുന്നു. നോട്ട് അസാധുവാക്കലിന് പിന്നാലെ സംസ്ഥാനങ്ങൾക്ക് വൻ വരുമാന നഷ്ടമാണ് ഉണ്ടായതെന്ന് GST കൗൺസിൽ ചർച്ചയിൽ ധനമന്ത്രിമാർ ചൂണ്ടിക്കാട്ടി. ഓരോ ദിവസവും പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവുകയാണ്. രാജ്യതലസ്ഥാനത്തെ പ്രമുഖ ബാങ്കുകളിൽ പോലും പണമെത്തിക്കാൻ റിസർവ് ബാങ്കിനായിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെ അവസ്ഥ ഇതിനും ദയനീയവും.
ഇതിന് കൃത്യമായും പരിഹാരം നിർദ്ദേശിക്കാൻ റിസർവ് ബാങ്കിനാകാത്തത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ട് മാറാൻ ക്യൂ നിൽക്കുന്നതിനിടെ യുവതി ബാങ്കിനുള്ളിൽ പ്രസവിച്ചു. ഉത്തർപ്രദേശിലെ ദേഹാത് ജില്ലയിലാണ് സംഭവം. 2 മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഭർത്താവിന്റെ നഷ്ടപരിഹാര തുക വാങ്ങാനെത്തിയതായിരുന്നു യുവതി. കേന്ദ്ര സർക്കാരിന്റെ നോട്ട് പിൻവലിക്കൽ പദ്ധതി കാരണം രാജ്യത്ത് ഒട്ടേറെ പേർ മരണപ്പെട്ട വാർത്തകളാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ പണത്തിനായി ബാങ്കിൽ ക്യൂ നിൽക്കുന്നതിനിടയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകിയ വാർത്തയാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഉത്തർപ്രദേശിലെ കാൺപൂർ ദേഹാത് ജില്ലയിലാണ് 30-കാരിയായ സാർവേഷ എന്ന യുവതി പണം പിൻവലിക്കാൻ ബാങ്കിൽ ക്യൂ നിൽക്കുന്നതിനിടയിൽ കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത്. 2 മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഭർത്താവിന് ലഭിക്കേണ്ട നഷ്ടപരിഹാര തുക വാങ്ങാൻ ബാങ്കിൽ ക്യൂ നിൽക്കുമ്പോഴായിരുന്നു യുവതിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത്. എന്നാൽ ബാങ്ക് അധികൃതർ ആംബുലൻസ് വിളിച്ചെങ്കിലും വാഹനമെത്താൻ കാലതാമസം നേരിട്ടതോടെ അധികൃതർ ബാങ്കിൽ തന്നെ പ്രസവത്തിന് വേണ്ടിയുള്ള സൗകര്യമൊരുക്കുകയായിരുന്നു. തുടർന്ന് സാർവേഷ ബാങ്കിനുള്ളിൽ തന്നെ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. പിന്നീട് പോലീസ് സ്ഥലത്തെത്തിയാണ് അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് മാറ്റിയത്. അവസാനം ആശുപത്രിയിൽ അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്ന വാർത്തയാണ് ലഭിക്കുന്നത്. എന്തായാലും പണമില്ലാതെ ജനങ്ങൾ നെട്ടോട്ടമോടുമ്പോൾ മോദി സർക്കാരിന്റെ നോട്ട് പിൻവലിക്കൽ നയം കൊണ്ട് ഒരു കാശ് പോലും ചിലവില്ലാതെ സുഖമായി പ്രസവിച്ചതിന്റെ സന്തോഷത്തിലാണ് യുവതിയും കുടുംബവും. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. പ്രധാനമന്ത്രിയുടെ ചിത്രം പരസ്യത്തിൽ ഉപയോഗിച്ച റിലയൻസ് ജിയോയോട് 500 രൂപ മാത്രം പിഴയീടാക്കി നിയമ നടപടികൾ അവസാനിപ്പിക്കാൻ നീക്കം. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വഴിവിട്ട ഇടപെടൽ നടത്തുന്നു എന്ന ആരോപണം നിലനിൽക്കെയാണ് സർക്കാരിന്റെ പിഴയീടാക്കൽ പ്രഹസനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ഇലക്ട്രോണിക് അച്ചടി മാധ്യമങ്ങളിലെ പരസ്യങ്ങളിൽ മുകേഷ് അംബാനിയുടെ റിലയൻസ് ജിയോ അനുമതിയില്ലാതെ ഉപയോഗിച്ചിരുന്നു. ഇത് വിവാദമായതോടെയാണ് വെറും 500 രൂപ മാത്രം പിഴ ഈടാക്കി നിയമ നടപടികൾ അവസാനിപ്പിക്കുവാൻ കേന്ദ്രമൊരുങ്ങുന്നത്. പേരും ചിഹ്നങ്ങളും ദുരുപയോഗം ചെയ്യുന്നത് തടഞ്ഞുകൊണ്ടുള്ള 1950-ലെ നിയമപ്രകാരം ഇത്തരം കുറ്റങ്ങൾക്ക് 500 രൂപയാണ് പിഴയെന്നാണ് കേന്ദ്രത്തിന്റെ മറുപടി. എന്നാൽ പരസ്യത്തിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം ഉപയോഗിക്കാൻ ആർക്കും അനുമതി നൽകിയിരുന്നില്ലെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് ഇന്നലെ പാർലമെന്റിൽ അറിയിച്ചിരുന്നു. അതേസമയം റിലയൻസ് ജിയോയുടെ പരസ്യങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം ഉപയോഗിച്ച വിവരം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് അറിയിച്ചു. എന്നാൽ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ റിലയൻസ് ജിയോ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. പ്രധാനമന്ത്രിയുടെ ചിത്രം ഒരു സ്വകാര്യ കമ്പനി അവരുടെ ഉൽപ്പന്നത്തിന്റെ പരസ്യത്തിനായി വിനിയോഗിച്ചതിനെ പ്രതിപക്ഷം നിശിതമായി വിമർശിച്ചിരുന്നു. 500-1000 രൂപ നോട്ടുകൾ അസാധുവാക്കി പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഡിജിറ്റൽ പണമിടപാട് ആപ്ലിക്കേഷനായ പേടിഎമ്മും പരസ്യങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം ഉപയോഗിക്കുന്നുണ്ടെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇതിന് എഴുതി തയ്യാറാക്കി നൽകിയ മറുപടിയിലാണ് പേരും ചിഹ്നങ്ങളും ദുരുപയോഗം ചെയ്യുന്നത് തടഞ്ഞുകൊണ്ടുള്ള 1950-ലെ നിയമത്തെക്കുറിച്ച് റാത്തോഡ് ചൂണ്ടിക്കാട്ടിയത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് ഔദ്യോഗിക വിശദീകരണം. സ്വകാര്യ കമ്പനി നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ തക്കതായ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. പേരും ചിഹ്നങ്ങളും ദുരുപയോഗം ചെയ്യുന്നത് തടഞ്ഞുകൊണ്ടുള്ള നിയമപ്രകാരം കേന്ദ്ര സർക്കാരിന്റെയോ സർക്കാർ അധികാരപ്പെടുത്തിയിരിക്കുന്നവരുടെയോ അനുമതി കൂടാതെ ഉപയോഗിക്കാൻ പാടില്ലാത്ത 3 ഡസനോളം പേരുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ നിയമത്തിന്റെ 3-ാം സെക്ഷനിലാണ് ഈ പേരുകൾ പട്ടികയിലാക്കിയിരിക്കുന്നത്. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, സംസ്ഥാന ഗവർണർ, ഇന്ത്യയുടെയും സംസ്ഥാനങ്ങളുടെയും ചിത്രങ്ങളും ചിഹ്നങ്ങളും, മഹാത്മാഗാന്ധി, ഇന്ദിരാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഐക്യരാഷ്ട്ര സംഘടന, അശോക ചക്രം, ധർമ്മചക്രം തുടങ്ങിയവയാണ് ഈ ഗണത്തിൽപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. GST കൗൺസിൽ യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. സേവന നികുതി അധികാരം സംബന്ധിച്ച് യോഗത്തിൽ സമവായമായില്ല. ഈ മാസം 11-നും 12-നും വീണ്ടും യോഗം ചേരും. വിവരങ്ങളുമായി സന്തോഷം ചേരുന്നു. സന്തോഷം, നിരവധിയായി സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങളിൽ സമവായത്തിലെത്തിക്കാൻ കേന്ദ്ര സർക്കാരിനായില്ല. ഇന്നത്തെ യോഗത്തിലും അതുതന്നെയാണോ കണ്ടത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അജിംഷാദ്, നോട്ട് അസാധുവാക്കലിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങൾ ഇന്ന് കൂടുതൽ നിലപാട് കടുപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കണ്ടത്. ഈ പറയുന്ന നോട്ട് നിരോധിച്ചതിന് ശേഷം സംഭവിച്ചിട്ടുള്ള വരുമാന നഷ്ടം പരിഹരിക്കാൻ നഷ്ടപരിഹാരം വേണം എന്നുള്ള ഒരു ആവശ്യം സംസ്ഥാനങ്ങൾ, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ യോഗത്തിൽ മുന്നോട്ട് വെച്ചു. അതോടൊപ്പം തന്നെ നികുതി പിരിവിലെ ഇരട്ട നിയന്ത്രണം സംബന്ധിച്ച് GST കൗൺസിൽ ചർച്ച നടന്നെങ്കിലും തീരുമാനമാകാതെ പിരിയുകയായിരുന്നു. 1.5 കോടിക്ക് താഴെ വിറ്റുവരവുള്ളവരിൽ നിന്ന് നികുതി പിരിക്കാനുള്ള അവകാശം വേണമെന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ തുടക്കം മുതൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ഇതിനിടെ മാതൃകാ GST ബിൽ ഉൾപ്പെടെയുള്ള ബില്ലുകൾ കൗൺസിൽ ചർച്ച ചെയ്യുകയും ചെയ്തു. എന്നാൽ നികുതി അധികാരത്തിൽ തീരുമാനമെടുക്കാതെ ബില്ലുകൾക്ക് കൗൺസിലിന്റെ അംഗീകാരം നൽകില്ലെന്ന് സംസ്ഥാനങ്ങൾ പിടിവാശി എടുത്തതോടുകൂടി കേന്ദ്രത്തിന് യോഗം താൽക്കാലികമായി പിരിച്ചുവിടാനല്ലാതെ മറ്റ് നിർവാഹമില്ലായിരുന്നു. ഏതായാലും ഈ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഈ മാസം 11-12 തീയതികളിൽ കൗൺസിൽ യോഗം വീണ്ടും ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ നടപ്പ് സമ്മേളനത്തിൽ, ശൈത്യകാല സമ്മേളനത്തിൽ ഈ ബില്ല് പാസ്സാക്കാനായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ശ്രമം. എന്നാൽ ഇന്നത്തെ യോഗവും തീരുമാനമാകാതെ പിരിഞ്ഞതോടുകൂടി കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ തിരിച്ചടിയേറ്റിയിരിക്കുകയാണ്. അജിംഷ.
60ാമത് സംസ്ഥാന സ്കൂൾ കായിക ഉത്സവത്തിന്റെ ആദ്യ ദിനം എറണാകുളവും പാലക്കാടും മുന്നേറുന്നു. 58 പോയിന്റുമായി എറണാകുളം ആദ്യ ദിനം കീഴടക്കിയപ്പോൾ പാലക്കാടിന് 40 പോയിന്റാണുള്ളത്. 400 മീറ്ററിലെ മികച്ച പ്രകടനത്തിന്റെ കരുത്തിൽ 19 പോയിന്റുമായി കോഴിക്കോടും ആദ്യ ദിനം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കഴിഞ്ഞ 3 വർഷമായി സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ആദ്യ സ്വർണം ബിബിന് സ്വന്തം. ഇത്തവണയും ആ പതിവിന് മാറ്റമുണ്ടായില്ല. ബിബിനിലൂടെ ആദ്യ അക്കൗണ്ട് തുറക്കുക കൂടി ചെയ്തതോടെ കിരീടം നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എറണാകുളം. കായികമേളയായാലും കായിക ഉത്സവമായാലും ബിബിൻ ജോർജ് എറണാകുളത്തിന്റെ ഭാഗ്യനക്ഷത്രമാണ്. കഴിഞ്ഞ 3 വർഷവും മീറ്റിലെ ആദ്യ സ്വർണം ബിബിന്റെ പേരിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം 5000 മീറ്ററിലെ റെക്കോർഡ് തിരുത്തിയാണ് ബിബിൻ സ്വർണ്ണമണിഞ്ഞതെങ്കിൽ ഇത്തവണ റെക്കോർഡ് നേടാനായില്ലെങ്കിലും സ്വർണം നിലനിർത്തി. ബിബിൻ തുറന്നിട്ട സ്വർണ്ണപാതയിലൂടെ കുതിച്ച എറണാകുളം കഴിഞ്ഞ 3 വർഷവും ചാമ്പ്യൻ പട്ടം നിലനിർത്തുകയും ചെയ്തു. ഇത്തവണയും ബിബിന്റെ നല്ല തുടക്കം നൽകിയ ആത്മവിശ്വാസത്തിലാണ് എറണാകുളം ജില്ല. പോയ വർഷത്തെ നേട്ടം തന്റെ ജില്ലയും സ്കൂളും ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബിബിനും. വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം എൻ്റെ തന്നെയാണ് റെക്കോർഡ്. നന്നായി അത്ര പെർഫോമൻസ് ചെയ്യാൻ പറ്റിയില്ല, എങ്കിലും നന്നായി ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. നന്നായി ഒരു തുടക്കം വിട്ട് കൊടുക്കാൻ പറ്റുന്നത് വളരെ സന്തോഷമുണ്ട്. എറണാകുളത്തിൻ്റെ ഞങ്ങളുടെ സ്കൂളിൻ്റെ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ സ്കൂളിൽ തന്നെയാണ് ചാമ്പ്യൻഷിപ്പ് നേടിയത്. രണ്ടുപേരും ആദ്യമായിട്ട് ഒരു മെഡൽ എടുത്ത് കൊടുക്കാൻ പറ്റിയ സന്തോഷമുണ്ട്. ഇത്തവണ ഇനി 2 മത്സരങ്ങൾ ഉണ്ട്. 800 ഉണ്ട്, 1500 ഉണ്ട്. ഇനി എല്ലാ ദിവസങ്ങളിലും ഓരോ ഐറ്റം വെച്ചുണ്ട്. ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇനി 800, 1500 മീറ്ററുകളിൽ ട്രാക്കിലിറങ്ങി ട്രിപ്പിളാണ് ബിബിൻ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ വർഷം തലനാരിഴയ്ക്ക് നഷ്ടമായ ഹാട്രിക് ട്രിപ്പിളിന്റെ നിരാശ തീർക്കാനും ബിബിന് ഇത്തവണത്തെ ട്രിപ്പിൾ നേട്ടം അനിവാര്യമാണ്. ക്യാമറാമാൻ ജിബേഷിനൊപ്പം കോഴിക്കോട് നിന്നും മനു എം നായർ. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ത്രോ ഇനങ്ങളിൽ തങ്കത്തിളക്കമുള്ള താരമാണ് മേഘ മറിയം മാത്യു. 4 മീറ്റുകളിലായി ഇതുവരെ 5 സ്വർണമാണ് മേഘ നേടിയത്. ഇത്തവണ ജൂനിയർ പെൺകുട്ടികളുടെ ഷോട്ട് പുട്ടിൽ മേഘ പുതിയ മീറ്റ് റെക്കോർഡും കുറിച്ചു. ഭാരം കയ്യിലൊതുക്കി ദൂരം കീഴടക്കാൻ ഇറങ്ങിയപ്പോഴെല്ലാം ഫീൽഡിൽ നിന്ന് പൊന്നുവാരിയെടുത്ത ചരിത്രമാണ് മേഘയുടേത്. 4 മീറ്റുകളിലായി ഫീൽഡിൽ എറിഞ്ഞിട്ടത് 5 സ്വർണം. ഇത്തവണ ഷോട്ട് പുട്ടിലെ തുടർച്ചയായ 4ാം സ്വർണം നേടിയപ്പോൾ അതിന് ഇരട്ടി മധുരമുണ്ട്. 11.95 മീറ്റർ ദൂരം കീഴടക്കി 11 വർഷം പഴക്കമുള്ള റെക്കോർഡാണ് മേഘ എറിഞ്ഞു തകർത്തത്. 10ാം തരം വിദ്യാർത്ഥിയായ മേഘ തിരുവനന്തപുരം സായിയിൽ കോച്ച് ബി സത്യാനന്ദയുടെ കീഴിലാണ് 4 വർഷമായി പരിശീലനം നടത്തുന്നത്. 4ാമത്തെ വർഷമാണ് സംസ്ഥാന ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 4 തവണയും സംസ്ഥാന മീറ്റിന് വിൻ ചെയ്യുകയുണ്ടായി. ഇത്തവണ ഒരു പ്രത്യേകത സംസ്ഥാന റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ആദ്യമായി മത്സരത്തിനിറങ്ങി ഡിസ്കസ് ത്രോയിൽ സ്വർണ്ണദൂരം കീഴടക്കിയ ആത്മവിശ്വാസത്തിൽ ഇത്തവണയും ഡിസ്കസ് ത്രോയിൽ മേഘ മത്സരത്തിനിറങ്ങുന്നുണ്ട്. 3 ദേശീയ മീറ്റുകളിലായി ഓരോ സ്വർണവും വെള്ളിയും വെങ്കലവും മേഘയുടെ മെഡൽ പട്ടികയിലുണ്ട്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലോക സ്കൂൾ കായികമേളയിൽ മേഘ പങ്കെടുത്തിരുന്നു. തേഞ്ഞിപ്പലത്ത് നിന്നും സിജു കണ്ണൻ. പീപ്പിൾ TV ഇമ്പാക്ട്. മാൻഹോളിൽ അകപ്പെട്ട് അന്യസംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കുന്നതിനിടെ മരണപ്പെട്ട നൌഷാദിന്റെ കുടുംബത്തിന് ആശ്വാസവുമായി LDF സർക്കാർ. നൌഷാദിന്റെ ഭാര്യയ്ക്ക് ജോലി നൽകിയാണ് സർക്കാരിന്റെ സഹായം. ഭാര്യ സഫ്രീനയ്ക്ക് സർക്കാർ വാഗ്ദാനം ചെയ്ത ജോലി നൽകാൻ വൈകുന്നത് പീപ്പിൾ TV നേരത്തെ റിപ്പോർട്ടും ചെയ്തിരുന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് നൌഷാദിന്റെ ഭാര്യയെ തേടി സർക്കാർ ജോലി എത്തിയിരിക്കുന്നത്. മാൻഹോളിൽ അകപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കുന്നതിനിടെയായിരുന്നു കോഴിക്കോട്ടെ ഓട്ടോ ഡ്രൈവറായ നൌഷാദ് മരണപ്പെടുന്നത്. അന്ന് UDF സർക്കാർ ജോലി വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും നൽകിയിരുന്നില്ല. ഇപ്പോൾ LDF സർക്കാർ അധികാരത്തിൽ എത്തി നൌഷാദിന്റെ 1ാം ചരമവാർഷികം ആചരിച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ജോലി ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് നൌഷാദിന്റെ കുടുംബം. ജോലി കിട്ടിയത് വളരെ സന്തോഷമാണ്. എന്താച്ചാൽ ഓള് ആരും ആശ്രയം ഇല്ലാതെ കഴിയുകയാണല്ലോ, ഓളായാലും ഞാനായാലും. അപ്പോൾ ഒരു ജോലി കിട്ടിയ വലിയൊരു സന്തോഷം തന്നെയാണ്. റവന്യൂ വകുപ്പിലെ ക്ലർക്കായിട്ടാണ് നൌഷാദിന്റെ ഭാര്യ സഫ്രീനയ്ക്ക് നിയമനം ലഭിച്ചിരിക്കുന്നത്. ഏറെ കഷ്ടപ്പാടുകൾക്കിടയിൽ വന്നെത്തിയ സർക്കാർ ജോലി വലിയ ആശ്വാസമാണ് ആ കുടുംബത്തിന് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫിദലിന്റെ ചിതാവശിഷ്ടവും വഹിച്ചുള്ള വാഹനവ്യൂഹം സാന്റിയാഗോയിലേക്ക് അടുക്കുന്നു. 4ാം തീയതിയാണ് സാന്റിയാഗോയിൽ ഫിദലിന് വേണ്ടി സ്മാരകം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചിതാവശിഷ്ടങ്ങൾ സംസ്കരിക്കുക. സാന്റിയാഗോയിൽ നിന്നും MA ബേബി പീപ്പിൾ TVക്ക് വേണ്ടി നൽകിയ റിപ്പോർട്ടിലേക്ക്. ക്യൂബയുടെയും ലോകത്തെ പുരോഗമന ചിന്താഗതിക്കാരായ ജനകോടികളുടെയും ആവേശവും പ്രകാശവുമായിരുന്ന സഖാ ഫിദൽ ഓർമ്മയായി തീർന്നിരിക്കുകയാണ്. ഞാനിത് കൈരളി പീപ്പിൾ ചാനലിന് വേണ്ടി പറയുമ്പോൾ
സഖാവ് ഫിദൽ കാസ്ട്രോയുടെ ചിതാവശിഷ്ടങ്ങളുമായിട്ടുള്ള വാഹനവ്യൂഹം ക്യൂബയുടെ കിഴക്കേ ഭാഗത്തുള്ള പ്രധാന പട്ടണമായ സാന്റിയാഗോ ഡി ക്യൂബ ലക്ഷ്യമാക്കി അതിൻ്റെ പ്രയാണം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ സാന്റാ ക്ലാര എന്ന പട്ടണത്തിലായിരുന്നു സഖാവ് ചെഗുവേരയുടെ സ്മാരക സ്ഥാനത്ത് സഖാവ് ഫിദലിൻ്റെ ഭൗതികാവശിഷ്ടം ഒരു രാത്രിയിൽ സൂക്ഷിച്ച് വച്ചിരുന്നത്. ഇത് സഖാവ് ഫിദലിൻ്റെ തന്നെ ആഗ്രഹപ്രകാരമായിരുന്നു. ഗ്രാൻമയിൽ ക്യൂബയുടെ മോചനത്തിനു വേണ്ടി തൻ്റെ ഒപ്പം യാത്ര ചെയ്ത് ക്യൂബയുടെ മോചനത്തിൽ വളരെ വിലപ്പെട്ട സംഭാവനകൾ നൽകിയ തൻ്റെ ഉറ്റ സഖാവും രക്തസാക്ഷിയുമായ സഖാവ് ചെഗുവേരയുടെ ഭൗതികാവശിഷ്ടം സാന്റാ ക്ലാര പട്ടണത്തിലാണ് ഒരു സ്മാരക മന്ദിരത്തിൽ അടക്കം ചെയ്തിട്ടുള്ളത്. സഖാവ് ഫിദൽ പറഞ്ഞു, ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ശരീരാവശിഷ്ടങ്ങൾ ഒരു രാത്രി എൻ്റെ സഖാവ് ചെഗുവേരയെ സംസ്കരിച്ചിട്ടുള്ളിടത്ത് കൊണ്ടുപോയി വെക്കണം. വാർത്തകളിലേക്ക്. ലോക ഭിന്നശേഷി ദിനത്തിൽ ജില്ലാ കളക്ടർമാർക്ക് മുന്നിൽ ദുരിതങ്ങൾ വിവരിച്ച് സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാർ. വീൽചെയർ ഉപയോഗിക്കുന്നവരുടെ സംഘടനയായ കേരള വീൽചെയർ റൈറ്റ് ഫെഡറേഷന്റെ നേതൃത്വത്തിലായിരുന്നു ഇവർ കളക്ടറേറ്റുകൾ സന്ദർശിച്ചത്. 70ഓളം പേരാണ് വയനാട് കളക്ടറേറ്റിലെത്തിയത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രാവിലെ എത്തിയവരെ കാത്ത് കൽപ്പറ്റ MLA CK ശശീന്ദ്രനും കളക്ടർ BS തിരുമേനിയുമുണ്ടായിരുന്നു. സംസ്ഥാനത്തെ 14 കളക്ടറേറ്റുകളിലും ഭിന്നശേഷിക്കാർ സമാനമായ കൂടിക്കാഴ്ചകൾ നടത്തി. ഞങ്ങൾ ചെയ്യാനുള്ള ഒരു വഴി നിങ്ങളും ഗവൺമെൻറ്റും കൂടി തുറന്നു തരുമെന്ന്, പൊതുസമൂഹം തുറന്നു തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഞങ്ങളുടെ അവസ്ഥ പൊതുസമൂഹം മനസ്സിലാക്കണം, അതുപോലെ ഗവൺമെൻറ് മനസ്സിലാക്കണം. ഞങ്ങൾ വളരെ കഷ്ടത്തിലാണ്. ഞങ്ങളുടെ കഷ്ടതകളല്ല ആർക്കും അറിയാത്തതുകൊണ്ടാണ് ഇതിനെ പറ്റിയിട്ട് ആരും പ്രതികരിക്കാത്തത്. വീട്, വഴി, ചികിത്സാ സഹായം, പെൻഷൻ തുടങ്ങിയവ സംബന്ധിച്ചെല്ലാം നിരവധി പരാതികളാണ് കളക്ടർമാർക്ക് ലഭിച്ചത്. പരാതികൾ കേട്ട് പരിഹാരമുണ്ടാക്കാമെന്ന് അധികൃതർ ഉറപ്പു നൽകി. അതിൽ വിശ്വാസമർപ്പിച്ച് പ്രതീക്ഷയോടുകൂടിയാണ് ഇവർ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, വയനാട്. കാനനുവാസന നിവേദ്യവുമായി കേരളത്തിന്റെ തനത് കലാരൂപമായ കളരിപ്പയറ്റ്. തൃശൂർ കുന്നംകുളം അരുവായി VKM കളരി സംഘമാണ് സന്നിധാനത്ത് അഭ്യാസ പ്രകടനം നടത്തിയത്. തുടർച്ചയായി 5ാം തവണയാണ് VKM കളരി സംഘം ധർമ്മശാസ്താവിന് മുന്നിൽ കളരി അഭ്യാസം നടത്തുന്നത്. കെട്ടുനിറച്ച സന്നിധാനത്തെത്തി അയ്യപ്പനെ വണങ്ങിയ ശേഷമാണ് സംഘം അരങ്ങിലെത്തിയത്. കളരിയുടെ പ്രാഥമിക രൂപമായ പുത്രവന്ദനത്തോടെയാണ് അഭ്യാസ പ്രകടനത്തിന് തുടക്കമായത്. വിനോദ് കുമാർ ഗുരുക്കളുടെ നേതൃത്വത്തിലുള്ള 20 അംഗ സംഘമാണ് മെയ്യഭ്യാസത്തിന്റെ വ്യത്യസ്ത ഇനങ്ങൾ അയ്യപ്പന്മാർക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. വർഷത്തിലും വരാറുണ്ട്. 5 വർഷമായിട്ട് അടുപ്പിച്ച് വരുന്നത്. ഇല്ല, ഞാൻ അയ്യപ്പ ഭക്തനാണ്. എനിക്ക് വളരെ വിശ്വാസമാണ്. അപ്പോൾ അതുകൊണ്ട് പേരിൽ ഞാൻ വിശ്വസിച്ചതിൻ്റെ പേരിൽ എനിക്ക് സന്നിധാനത്ത് വന്നിട്ട് കളരിപ്പയറ്റ് പ്രദർശനം നടത്തണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ചെറിയ കുട്ടികൾ വരെ സംഘത്തിലുണ്ടായിരുന്നു. മെയ്യഭ്യാസത്തിന്റെ ചടലതാളങ്ങൾ ആവാഹിച്ചുള്ള മുച്ചാൺ പയറ്റ് കാഴ്ചക്കാരിൽ ഉത്കണ്ഠയും ഒപ്പം ആനന്ദവുമാണ് സമ്മാനിച്ചത്. ജില്ലാ പോലീസ് മേധാവിയുടെ അനുവാദം വാങ്ങി ആയുധങ്ങളുമായി ശബരി സന്നിധിയിലെത്തിയ സംഘം തീർത്ഥാടകർക്ക് സമ്മാനിച്ചത് മെയ്യഭ്യാസത്തിന്റെ വർണ്ണവസന്തം തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.